സൂപ്പർമാനും തോറും തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ അതിൽ ആരായിരിക്കും ജയിക്കുക? സ്ട്രെങ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ തോറിനേക്കാളും ഒരുപടി മുമ്പിലാണ് സൂപ്പർമാൻ. അതുകൊണ്ട് നമുക്ക് സൂപ്പർമാൻ ഒരു പോയിന്റ് കൊടുക്കാം. അടുത്തത് സ്പീഡാണ്. സ്പീഡിന്റെ കാര്യത്തിലും സൂപ്പർമാൻ തന്നെയാണ് മുമ്പിൽ. കാരണം ഫ്ലാഷിന്റെ അത്രയും തന്നെ സ്പീഡ് സൂപ്പർമാൻ ഉണ്ട്. അതുകൊണ്ട് സൂപ്പർമാന് വീണ്ടും നമുക്കൊരു പോയിന്റ് കൊടുക്കാം. അടുത്തത് ഡ്യൂറബിലിറ്റി. തോർ ഒരു ഗോഡ് ആയതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ സൂപ്പർമാനേക്കാളും ഡ്യൂറബിൾ ആയിട്ടുള്ളത് തോർ തന്നെയാണ്. അതുകൊണ്ട് തോറിന് നമുക്ക് ഒരു പോയിന്റ് കൊടുക്കാം. അടുത്തത് ഐക്യു ലെവലാണ്. ഒരു ഫൈറ്റിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് ഐക്യു. തന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഐക്യു ലെവൽ ഏറ്റവും കൂടുതലുള്ളതും സൂപ്പർമാൻ തന്നെയാണ്. സൂപ്പർമാന്റെ ബ്രെയിൻ ശരിക്കും ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന് തുല്യമാണ്. അതുകൊണ്ട് ഇവിടെയും പോയിന്റ് കിട്ടിയിരിക്കുന്ന സൂപ്പർമാനാണ്. അടുത്തത് ബാറ്റിൽ നോളജ് ആണ്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് തോർ. പോരാത്തിന് ഓടിന്റെ കയ്യിൽ നിന്നാണ് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്. ബാറ്റിൽ നോളജ് എങ്ങനെയാണെങ്കിലും തോറിന് തന്നെയാണുള്ളത്. അതുകൊണ്ട് തോറിന് നമുക്ക് ഒരു പോയിന്റ് കൂടി കൊടുക്കാം. അടുത്തത് സ്കിൽസും കോമ്പാക്റ്റും വെപ്പൺ സ്കിൽസും ഒക്കെയാണ്. ഈ ഒരു കാര്യത്തിലും ഒരു സംശയമുണ്ട്, തോർ തന്നെയാണ് മുമ്പിൽ. അതുകൊണ്ട് തോറിന് നമുക്ക് 2 പോയിന്റ് കൊടുക്കാം. അടുത്തത് സ്റ്റാമിനയും എൻഡുറൻസും ആണ്. 2 പേർക്ക് അപാര സ്റ്റാമിനയും എൻഡുറൻസും ഉണ്ട്. എത്ര നേരം വേണമെങ്കിലും ആഹാരം പോലും കഴിക്കാതെ ഇവർക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് 2 പേർക്ക് നമുക്ക് 2 പോയിന്റ് വീതം കൊടുക്കാം. അവസാനത്തത് പവറും എബിലിറ്റീസുമാണ്. സൂപ്പർമാൻ ഒരുപാട് പവേഴ്സും എബിലിറ്റീസും ഉണ്ട്. പക്ഷെ ആ പവറും എബിലിറ്റീസും ഒക്കെ ഒരു ഗോഡായ തോറിന്റെ പവറും എബിലിറ്റീസുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. എക്സ്പെഷ്യലി തോറിന്റെ ലൈറ്റ്നിങ് പവറും മാജിക്കൽ എബിലിറ്റീസും ഒക്കെ സൂപ്പർമാൻ ഒരു വലിയ വീക്ക്നെസ് ആയിരിക്കും. അതുകൊണ്ട് തോറിന് നമുക്ക് 2 പോയിന്റ് കൂടി കൊടുക്കാം. അപ്പോൾ ടോട്ടൽ പോയിന്റ് നോക്കുകയാണെങ്കിൽ സൂപ്പർമാന് 5 പോയിന്റും തോറിന് 8 പോയിന്റുമാണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർമാന് സ്ട്രെങ്ത്തും സ്പീഡും ഡ്യൂറബിലിറ്റിയും ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് വീക്ക്നെസ്സും ഉണ്ട്. ഒരു വീക്ക്നെസ് പോലും ഇല്ലാത്ത തോറിന് തന്റെ ലൈറ്റ്നിങ്ങും മാജിക്കും യൂസ് ചെയ്ത് സൂപ്പർമാന്റെ സ്ട്രെങ്ത്തിനെ വീക്കാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റിലെ ഫൈനൽ വിന്നർ അത് തോർ തന്നെയാണ്.